everyone, it's me Sabita Charles from Boothurans. നമ്മൾ ഇന്ന് കാണുന്നത് 40s by 40s ആയിട്ടുള്ള കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പും നമ്മൾ 40s by 40s ആയിട്ടുള്ള കോട്ടനൊക്കെ കൊണ്ടുവന്നിരുന്നു. എനിക്ക് തോന്നുന്നു 95 92 ആ ഒരു റേഞ്ചിലായിരുന്നു പ്രൈസ് റേഞ്ച് തോന്നുന്നു. ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 72 rupees പെർ മീറ്ററിലുള്ളതാണ്. വിഡ്ത്ത് 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാണ്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണാം. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും പേയ്മെന്റ് ചെയ്യേണ്ടതെന്നും കൊറിയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് ഫസ്റ്റ് ടൈം വാങ്ങിക്കുന്നവരൊന്ന് വാങ്ങിക്കാൻ ട്രൈ ചെയ്യുക. അപ്പം നമുക്ക് കണ്ടു തുടങ്ങാം. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു 40s by 40s ആയിട്ടുള്ള കോട്ടൺ ആണെന്ന്. ഇതിനകത്ത് വന്നിരിക്കുന്നത് ഒരു ബാന്തിനി പ്രിന്റ് പോലെയുള്ള ഒരു പ്രിന്റ് ആണ്. ബാന്തിനി പ്രിന്റ് പോലെ നമുക്ക് ആ ഒരു ഫീലിംഗ് ഉള്ള ഒരു പ്രിന്റിലാണ് ഇത് വന്നിട്ടുള്ളത്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് വൈറ്റ് കളറിൽ തന്നെ, എല്ലാം ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡിഫറെന്റ് പ്രിന്റ്സ് ആണ്. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത്. ഒരു നേവി ബ്ലൂ കളറിലുള്ള ഡോട്ട്സും റെഡ് കളറിലുള്ള ഡോട്ട്സുമാണ് പോകുന്നത്. ഈ ഫാബ്രിക് 40s by 40s ആണെങ്കിലും കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. എനിക്ക് തോന്നുന്നത് കഴുകുമ്പോൾ കുറച്ചും കൂടെ അടുക്കുമെന്ന് പറയില്ലേ ചില ഫാബ്രിക്കിന്റെ, ആ തരത്തിലുള്ള ഒരു ഫാബ്രിക് തന്നെയാണ്. 72 rupees മാത്രമേ ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമുക്കിതിനെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഇത് രണ്ടും കൂടി നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാം. നമുക്കൊരു പള്ളിയിൽ പോകുന്ന ആവശ്യത്തിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാവുന്ന പോലത്തെ ഒരു കളറിലാണ് ഇതെല്ലാം വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള റെഡും നേവി ബ്ലൂം കളറിലുള്ള പ്രിന്റുകളാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. എല്ലാ ഫാബ്രിക്കും ഞാൻ എപ്പോഴും പറയുന്ന പോലെ രണ്ട് ഭാഗമുണ്ടല്ലോ, അത് ഓപ്പൺ ആക്കിയപ്പോൾ ആ ഒരു ഭാഗമാണ് കണ്ടത്. ഇങ്ങനെയാണ് നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നേവി ബ്ലൂവും റെഡും കളറിലുള്ള പ്രിന്റാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഈ ഫാബ്രിക്കിന്റെ ഡിസൈൻ പോകുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നതും ആ ഒരു ബാന്തിനി മോഡലിലുള്ള ഒരു പ്രിന്റ് തന്നെയാണ്. പക്ഷെ അതിനകത്ത് കുറച്ചും കൂടെ ഫ്ലവേഴ്സും കൂടെ കയറിയിട്ടുണ്ട്. അങ്ങനെ സ്പ്രെഡായി കിടക്കുന്ന പോലത്തെ ഒരു പ്രിന്റാണ്. നല്ല ഭംഗിയുള്ള ഫാബ്രിക് തന്നെയാണ്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 72 rupees മാത്രമേ ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ. ഇങ്ങനെയാണ് ഈ ഫാബ്രിക് വരുന്നത്. കോട്ടൺ തന്നെയാണ്, 40s by 40s ആയിട്ടുള്ള കോട്ടൺ ആണ്. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ക്ലോസ് വ്യൂല് നമ്മൾ കാണിക്കുമ്പോൾ അതിന്റെ പിക്ചർ മനസ്സിലാകുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നേവി ബ്ലൂം റെഡും കൂടെ വന്നിട്ടുള്ള കളറിലുള്ളതാണ്. ക്ലോസ് വ്യൂലൊന്ന് കാണിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം ഇതിന്റെ ഡിസൈൻ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വെയർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിന്റെ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് കാണിക്കാം. ഇങ്ങനെയായിരിക്കും നമ്മൾ ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ പാറ്റേൺസ് എല്ലാം തന്നെ വരുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിൽ 72 rupees പെർ മീറ്ററിലുള്ള 40s by 40s ആയിട്ടുള്ള കോട്ടൺ ആണ്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഒരു ഓഫ് വൈറ്റ് ആണ്. അതിനകത്തേക്ക് തന്നെ ഒരു ലീവ്സിന്റെ ഒരു പ്രിന്റ് ആണ് പോയിട്ടുള്ളത്. മാത്രമല്ല ഇതിനകത്തൊരു കളറിന് കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ ഒരു മസ്റ്റാർഡ് യെല്ലോ കളറിലുള്ള ഒരു പ്രിന്റും കൂടി ഇതിനകത്ത് പോകുന്നുണ്ട്. ക്ലോസ് വ്യൂല് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ക്ലോസ് വ്യൂല് കാണിക്കുമ്പോൾ അതിന്റെ പ്രിന്റ് കുറച്ചുകൂടി ക്ലിയർ ആകും. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 40s by 40s ആയിട്ടുള്ള കോട്ടണിൽ 72 രൂപയാണ് പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും ആ ഒരു 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ. ഇതിന് നമ്മൾ ഇത്ര നേരം കാണാത്തൊരു ഡിസൈനാണ്. റെഡാണ് ഇതിനകത്തൊരു സ്ക്വയർ ഷേപ്പിലാണ് പോയിട്ടുള്ളത്. നമുക്ക് ക്ലോസ് വ്യൂല് ഒന്ന് കാണാം. ക്ലോസ് വ്യൂല് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനകത്ത് സിഗ്സാഗ് പോകുന്നുണ്ട് കേട്ടോ. നമ്മളിന്ന് കണ്ടതെല്ലാം തന്നെ 40s by 40s ആയിട്ടുള്ള കോട്ടണിൽ 44 ഇഞ്ച് വിഡ്ത്തിൽ 72 rupees പെർ മീറ്ററിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. നമുക്ക് ടോപ്പും ബോട്ടവുമായിട്ട് മിക്സ് ആൻഡ് മാച്ച് ആയി യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ടോപ്പിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. നമ്മൾ എന്ത് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന്റെ രീതി ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് പേർക്കൊക്കെ നമ്മൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതിന്റെ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി എല്ലാ ദിവസവും ഔട്ട് ആവുന്ന വീഡിയോയുടെ ഫോട്ടോസ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയിട്ടും ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ട് അങ്ങനെ ആയാലും പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെയും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ പേയ്മെന്റ് എല്ലാം സ്വീകരിക്കുന്നത് QR കോഡ് വഴിയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടീം അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഇനി QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരും അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല പേയ്മെന്റ് ചെയ്യാനായിട്ട്. കാരണം 1-2 പേർക്കൊക്കെ അതിലൊരു മിസ്റ്റേക്ക് വന്നിട്ട് അവരുടെ എമൗണ്ട് തന്നെ വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും തന്നെ QR കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ പേ ആയാലും Paytm ഒക്കെ ആയാലും ഇത് വഴി തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ വഴിയും നമ്മൾ പേയ്മെന്റ് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നമ്മളിതെല്ലാം കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. കേരളത്തിനകത്ത് 500 എബോവ് വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് വഴിയാണ് ചെയ്യുന്നത്. ബിലോ 500 വരുന്നത് 500 രൂപയുടെ താഴെ വരുന്നതിന് നമ്മൾ 50 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയ്ക്കും നമ്മൾ 50 റുപ്പീസ് ആണ് ചാർജ് ചെയ്യുന്നത്. ഇതെല്ലാം ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ അതല്ലെങ്കിൽ DTDCയോ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യണേ. അതിനുള്ള പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. ഇത് ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആവുന്ന ദിവസം ഷുവറായിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. അങ്കമാലി ടൗണിൽ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ അടുത്തായിട്ടൊരു SBI വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മൾ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനർ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ നമ്പർ ഞാനൊന്ന് പറയാം. 8891060225 8891060225. ഞാനിതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എല്ലാം എടുക്കുന്നത് നമ്മുടെ മൊബൈലിലാണ്. അപ്പം ഞാൻ അഡ്വാൻസ് ചെയ്ത് പറയുകയാണ്, ഒരു 10 to 15% കളർ വേരിയേഷൻ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്. നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നോർമലി ഇങ്ങനെ ഡെയിലി ബേസിസിൽ തന്നെ വാങ്ങിക്കുന്നവർ. അപ്പോൾ അവർക്കറിയാം എത്രത്തോളം കളർ വേരിയേഷൻ ഉണ്ടാകുമെന്നുള്ളത്. എങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നവർക്കും ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടി പറഞ്ഞതാണ്. പല മെറ്റീരിയൽ വെച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. ക്യാമ്പ്രിക് കോട്ടൺ വെച്ചിട്ട് 40x40 ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് അങ്ങനെ എന്താ പറയുക സെമി ടസർ, സെമി ലിനൻ എല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതിൻ്റെ വിധങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഞാനൊന്ന് പറയട്ടെ. ഒരു 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് കളർ ഗാർഡ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്തുനിന്ന് മുക്കി വെക്കുക. അരമണിക്കൂറിന് ശേഷം പിഴിഞ്ഞെടുത്ത് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അതല്ലെങ്കിൽ പ്യുവർ അജ്രക് കോട്ടൺ അല്ലെങ്കിൽ പ്യുവർ കോട്ടൺ അങ്ങനെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്. എങ്കിലും ഒന്നും കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്, പ്യുവർ കോട്ടൺ ആകുമ്പോൾ അതിൻ്റെ കളറിൻ്റെ സേഫിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യുക. നിങ്ങൾ ഏത് കളർ ഗാർഡാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇന്ന ബ്രാൻഡെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെയും കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണെന്ന്. ഷോപ്പിലും ഓൺലൈനിലും ഒരുപോലെ അവൈലബിൾ ആക്കിയിട്ടാണ് നമ്മളിതെല്ലാം തന്നെ സെയിൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളിതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് അയച്ചിട്ട് കിട്ടണില്ല അല്ലെങ്കിൽ വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ ഓപ്ഷൻ കൂടെ തരാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ poothirans@gmail.com ഒന്ന് മെയിൽ ചെയ്താൽ മതി. POOTHURANS@gmail.com ഇതാണ് നമ്മുടെ മെയിൽ ID വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കംപ്ലൈൻറ്റ് വന്നു, അപ്പോൾ അത് എന്താ പറയുന്നത് ഞങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ മെയിൽ ID-യിലേക്ക് ഒന്ന് നിങ്ങളുടെ മെയിൽ ഒന്ന് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ കിട്ടും, ഞങ്ങൾക്കത് കാണാനായിട്ട് കഴിയുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. നമ്മളെല്ലാം തന്നെ മൂന്ന് സോഷ്യൽ മീഡിയയിലും ഒരുപോലെ തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആക്കുന്നത്. രാവിലെ 7:30 മുതലാണ് നമ്മുടെ വീഡിയോ ഔട്ട് ആകുന്നത്. 7:30-ക്ക് ഉണ്ട്, 8-നുണ്ട്, 8:30-ക്ക് ഉണ്ട്, 9-നുണ്ട്, 9:30-ക്ക് ഉണ്ട്, 10-നുണ്ട്. അങ്ങനെ
ഡിപ്പെൻസ്. അത് ചിലപ്പോൾ കുറച്ചധികം റണ്ണിങ് ഫാബ്രിക് ഉണ്ടെങ്കിൽ നമ്മളൊരു 3-4 റണ്ണിങ് ഫാബ്രിക് ഇടും. പിന്നെ നമ്മളിപ്പോൾ സാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സൽവാർ സൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ കുർത്തികൾ ഉണ്ടാകാം, ചിലപ്പോൾ ബെഡ്ഷീറ്റുകൾ ഉണ്ടാകാം. അപ്പോൾ അതൊരു 10 o'clock ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോകളെല്ലാം തന്നെ ഔട്ടായി തീരാവുന്ന പോലെയാണ് നമ്മളിതെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആകുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പിന്റെ വർക്കിംഗ് ടൈം കുറച്ച് പേര് ചോദിക്കാറുണ്ട്. ഷോപ്പിന്റെ വർക്കിംഗ് ടൈം വന്നിരിക്കുന്നത് 9:30 മുതൽ 8 o'clock വരെയാണ്. നമ്മുടെ ഡിസൈനർ ടീമിന്റെ വർക്കിംഗ് ടൈം 9:30 മുതൽ 6 PM വരെയാണ്. നമ്മുടെ വീഡിയോസ് ഔട്ട് ആകുന്നത് 7:30 AM മുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. 7:30 AM മുതൽ വീഡിയോ ഔട്ട് ആകും. അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് മെസ്സേജ് അയക്കാറുണ്ട്. 9:30 AM നമ്മുടെ സ്റ്റാഫ് വർക്കിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.